നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ചില്ലി ചിക്കൻ. എന്നാൽ നമുക്ക് സ്പെഷ്യൽ അല്ല അല്ലേ, പക്ഷേ നമ്മളിതിനെ സ്പെഷ്യലാക്കി തീർത്ത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി ഓയിൽ പോലും ചേർക്കാതാണ് ഈ ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. വാ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചില്ലി ചിക്കനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി ഓയിൽ പോലും ഇല്ലാതാണ് നമ്മൾ ഈ ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, നമ്മൾ സാധാരണയായിട്ട് ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ ഓയിലിനകത്ത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി മറ്റു കാര്യങ്ങൾക്ക് എല്ലാം തന്നെ നമ്മളിങ്ങനെ ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. ഇതങ്ങനെയല്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. എൻ്റെ ഓൺ റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. കണ്ടില്ലേ, ഈ ഒരു ഫ്രൈയിങ് പാനിനകത്ത് നമ്മൾ സാധാരണ എണ്ണ ഒഴിച്ചാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതങ്ങനെയല്ല, ഒരു തുള്ളി ഓയിൽ പോലും ചേർക്കാതാണ് നമ്മളിതിനകത്ത് ആ ഒരു ചിക്കൻ്റെ ഫാറ്റിനകത്ത് അത് ബേൺ ചെയ്ത ആ ഓയിലിനകത്താണ് ഇത് കുക്കാവുന്ന. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഫോളോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ആ ഉള്ളി കട്ട് ചെയ്യുന്ന ഇതേ കണക്കായിരിക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്താൽ അത് വെന്ത് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലോട്ടാവും. മറ്റേ ക്യാപ്സിക്കും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്ന കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഇളക്കണം. അതുപോലെ ഈ ഷുഗർ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇതിനകത്ത് ചേർത്തേക്കുന്ന സോസ് എന്ന് പറയുന്ന ചില്ലി ടൊമാറ്റോ സോസൊക്കെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും കയ്യിലില്ല, ഏതെങ്കിലും ഒരു സോസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സോസിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതുപോലെ കസൂരി മേന്തി കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട. ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരാതെ തന്നെ നമുക്ക് ഈ ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, നല്ല കാണാൻ ആ ഒരു ഭംഗി പോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.